സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ഈ വയലിലൂടെ നടന്നപ്പോൾ ഗോതമ്പ് മണി ഒക്കെ പറിച്ച് തിന്നുന്നതിനെ കുറിച്ചാണ്, അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയാണ്. ഇത് ചെയ്യുന്നത് ശരിയാണോ? സാബത്ത് ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നീ കാണുന്നില്ലേ നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്ന ഈ തെറ്റ്? നമ്മുടെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ കരുണാമയനാണ് എന്ന് കാണിച്ചു തരുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. എന്നാൽ കർശനമായി വിധിക്കുന്നവനല്ല, മറിച്ച് കരുണയോടെ നമ്മളോട് നോക്കുന്നവനാണ്. നമുക്ക് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ കർശനമായിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അവനെ വെറുക്കും. എന്നാൽ അങ്ങനെയല്ല അവൻ നമ്മോട് കാണിക്കുന്നത്. വീണ്ടും വീണ്ടും കരുണയോടെ അവൻ നമ്മോട് നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ ബലഹീനത അറിയാവുന്ന, നമ്മളോടൊപ്പം സഹതപിക്കാൻ സാധിക്കുന്ന ഒരു തമ്പുരാനാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.